അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? നിങ്ങളൊക്കെ കണ്ടു ആങ്സൈറ്റിയുടെ സെക്കൻഡ് പാർട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ആങ്സൈറ്റി എന്താ എന്നുള്ളത്. എന്താണ് ആങ്സൈറ്റി? നമ്മൾ ഇന്നിൽ ജീവിക്കാതെ നാളത്തത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന, പ്രയാസപ്പെടുന്ന, അത് അതിര് കവിഞ്ഞ ഒരു പ്രയാസമാകുമ്പോൾ പലതരം മാനസിക രോഗങ്ങളിലേക്ക് വരെ എത്തുന്ന ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ ആങ്സൈറ്റി നമ്മൾ ജീവിതത്തിൽ എങ്ങനെ കാണും? ഞാൻ വലിയ തിയറിയോ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, പിന്നെ സ്പെസിഫിക് ആങ്സൈറ്റി ഉണ്ട്, അഗോരഫോബിയ, മറ്റേ ഫോബിയ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ല. നമുക്ക് സാധാരണ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കാണാം? ആസ് എ പാരന്റ് എന്ന രീതിയിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എന്ത്, അതേപോലെ കുട്ടികളിൽ നമ്മളെ ഒരു പാരന്റിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അതൊരു കണക്ഷൻ നമ്മൾ എപ്പോഴും കൊടുക്കണം. അതുകൊണ്ട് തന്നെ പാരന്റ് എന്ന രീതിയിൽ നമ്മൾ കുട്ടികളിൽ ഈ ആങ്സൈറ്റി ഉണ്ടോ, ഇതൊക്കെ അതുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കഷനിൽ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആങ്സൈറ്റി നമ്മൾക്ക് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ നാളത്തെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, നമ്മൾ വീട്ടിൽ ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ തുടങ്ങുന്ന ആശങ്ക, പ്രയാസം, നാളെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങും നമ്മൾ ആശങ്കയും പ്രയാസവും. ഈ പ്രയാസം നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന്, കുട്ടികൾ എപ്പോഴും രണ്ട് രീതിയിലാണ് ലേണിംഗ് അല്ലെ? കുട്ടികൾ നല്ല, നമ്മളായാലും കുട്ടികളായാലും രണ്ട് രീതിയിലാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് ഡയറക്റ്റ് ലേണിംഗ്, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ പഠിച്ചില്ല, എന്നെ അടിച്ചു, നാളെ പഠിക്കണം, പോവണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു തോന്നലാണ്. പഠിച്ചില്ലെങ്കിൽ എന്നെ സാറ് തല്ലും, മനസ്സിലായോ? അത് എൻ്റെ ഉള്ളിലൊരു തോന്നലാണ്. അതേസമയം ഒരു കുട്ടി പഠിച്ചില്ല, ആ കുട്ടിയെ സാർ അടിച്ചു, ഞാൻ നോക്കി നിന്നിട്ട് മനസ്സിലാക്കുകയാണ് പഠിച്ചില്ലെങ്കിൽ അടി കിട്ടും. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേണിംഗ്. ഇത് സൈക്കോളജിയിൽ മറ്റു പേരൊക്കെ ഉണ്ട്, പക്ഷെ തൽക്കാലം നമ്മൾ ഇൻഡയറക്റ്റ് ലേണിംഗ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ലേൺ ചെയ്യുന്നത് ഡയറക്റ്റ് ലേണിങ്ങിനേക്കാളും ഇൻഡയറക്റ്റ് ലേണിംഗ് ആണ്. ഒരുപാട് ആളുകൾ നമ്മളെ ഗ്രൂപ്പിൽ, 20ഓളം ആളുകളുണ്ട്. പക്ഷേ ആരും വീഡിയോയിൽ വരുന്നില്ല. കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വീഡിയോയിൽ, ഒരു അഞ്ചെട്ട് ആൾക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ മുഖമെങ്കിലും കാണായിരുന്നു. പേര് മാത്രമേ കാണുന്നുള്ളൂ. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരിക കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങളുടെ മുഖം ഓർമ്മ വരികയും നമുക്ക് ഒരു കൂടുതൽ ഒരു ഇൻ ടച്ച് വരികയും ചെയ്യാം. ഞാൻ എപ്പോഴും നമുക്ക് ഒരു ഇൻ ടച്ചിലുള്ള ആൾ എപ്പോഴും വീഡിയോയിൽ വരും. അവരുടെ മുഖം ഇനി പുറത്തെത്തി കണ്ടാലും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും, ഇൻഷാല്ല. അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞു വരുന്നത്, നമ്മളെ ആങ്സൈറ്റി, നമ്മള് ഒരു അധ്യാപകൻ ഇന്ന് നമ്മളെ ഡയറക്റ്റ് അടിക്കുന്നത് പോലെ തന്നെ മറ്റൊരു കുട്ടിയെ അടിച്ചു കണ്ടാലും നമ്മൾ അടിച്ചില്ലെങ്കിൽ അടി കിട്ടും, അല്ലാതെ ആ തെറ്റ് ചെയ്താൽ ഇന്നത് നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഇൻഡയറക്റ്റ് ലേണിംഗ് ആണ്. ഇതേപോലെയാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ, ഡയറക്റ്റ് ലേണിങ്ങിനേക്കാളും കൂടുതൽ ഇൻഡയറക്റ്റ് ലേണിംഗ് ആണ് ഞാനും നിങ്ങളും, ഇനി നമ്മളെ കൂട്ടത്തിൽ വരാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇതേ ടൈപ്പ് ലേണിംഗ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയോ? ഇൻഡയറക്റ്റ് ലേണിംഗ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ നമ്മളെ മുമ്പിലുണ്ട് അല്ലേ? പല കോപ്രായങ്ങളും കാണുന്നുണ്ട് നമ്മള്. അത് അങ്ങനെ ചെയ്താൽ അത് സംഭവിക്കും, നമുക്ക് അറിയാം. നമ്മൾ പഠിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ഫാമിലി കൗൺസിലിംഗ് പോലെയാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ വന്നത്. എന്താണ്, അവർ അവർക്ക് അവനെ വേണ്ട, അല്ലെങ്കിൽ കാരണം അയാള് അത്ര വലിയ ജോലിയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അവര് മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട്, എനിക്ക് എന്റെ ജീവിതം ഇതായി പോയി, എന്റെ ജീവിതം, എനിക്ക് ജീവിതം ഒരു സന്തോഷമില്ലാത്ത ജീവിതമാണ്, എനിക്ക് കിട്ടിയ ആള് ഇന്ന മോശമുള്ള ആളാണ്, ഞാൻ അത്യാവശ്യം ആള് വന്ന ആള് അത്യാവശ്യം കാണാൻ വലിയ മോശമൊന്നുമല്ല. അപ്പൊ ഞാൻ അവരെ മോശമില്ല എന്നുള്ളതിന് പകരം അവരെ കണക്കാക്കിയത് വാവു എന്നാണ്. അപ്പൊ ബാക്കി ഹസ്ബൻഡ് അത്ര പോരാ, എനിക്ക് ഇയാളെ വേണ്ട, എനിക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് നല്ലൊരാളെ കിട്ടണം. രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയി. പക്ഷെ ചിന്ത എന്താണ്? അങ്ങനെ നമ്മൾ അറിയാതെ, അതാണ് ലേണിംഗ്. നമ്മളൊരു ഫോട്ടോ, ഒരു സ്റ്റാറ്റസോ ഒരു DP വെക്കുകയാണെങ്കിൽ 10 ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ടല്ലേ നമ്മൾ വെക്കൂ ഒരു സ്റ്റാറ്റസ് വെക്കുന്നത്. ആണ്, ഞാനായാലും നിങ്ങളായാലും അതിൽ ഏറ്റവും വൾഗറായ ഫോട്ടോ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കുക. ഇങ്ങനെ തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ഇങ്ങനെ തരും. കാരണം അങ്ങനെ വെക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒരു സ്റ്റാറ്റസ് വെക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് എന്തായിരിക്കും? നമ്മൾ എടുത്തതിൽ ഏറ്റവും നല്ല ഫോട്ടോ ആയിരിക്കും. ആയിരിക്കൂലേ? ആയിരിക്കും. അപ്പൊ നമ്മളെ ലൈഫിൽ നമ്മൾ ഇതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സാധനം നമ്മളെ ഉള്ളിൽ കിടക്കുക.
പല ആങ്സൈറ്റികൾക്കും പല പേടികൾക്കും കുട്ടികൾക്കായാലും നമ്മൾക്കായാലും അറിയാതെ ലേൺ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആവാം, അല്ലാതെ കണ്ടിട്ടാവാം, പറഞ്ഞു കേട്ടിട്ടാവാം, എങ്ങനെയാവാം. നമ്മളെ കുട്ടികളിൽ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ടോ? ഏതെങ്കിലും നമ്മളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും മക്കള് ആങ്സൈറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മെസ്സേജ് ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ നോ മെസ്സേജ് അയച്ചാൽ മതി, നോ പ്രോബ്ലം. നിങ്ങളെ കുട്ടിക്ക് ആർക്കും ഒരു ആങ്സൈറ്റിയും ഇല്ല എന്നാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. യെസ്, ആങ്സൈറ്റി ഉണ്ട്. എന്താണ് ആങ്സൈറ്റി ഉള്ളത്? മെസ്സേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മെസ്സേജ് ചെയ്യാം. ബാക്കിയുള്ളവർ പറയാം. എന്താണ് നമ്മളെ കുട്ടികൾക്ക്, ബാക്കിയുള്ള ആളുകൾക്കൊന്നും ആങ്സൈറ്റി ഇല്ല, കുട്ടികളിൽ ആർക്കും ആങ്സൈറ്റി ഇല്ല. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്നുള്ളത് ആങ്സൈറ്റി ആണോ? അല്ല, ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഭാവി നാളത്തെ കുറിച്ചുള്ള ഒരു വേവലാതി, പേടി, ടെൻഷൻ ഒക്കെയാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പൾസ് ആണ് കേട്ടോ. കുട്ടികളിൽ ഇതെങ്ങനെ കണ്ടുവരുന്നത്? നമുക്ക് മനസ്സിലായാലല്ലേ കുട്ടിക്ക് ആങ്സൈറ്റി ആണ്, എങ്ങനെ കംഫർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് നമുക്കറിഞ്ഞാലല്ലേ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അതുണ്ട്. ആങ്സൈറ്റി എന്താണുള്ളത് നിങ്ങളെ കാഴ്ചപ്പാടിൽ? എന്താണ് നിങ്ങളെ കുട്ടിക്കുള്ള ആങ്സൈറ്റി? നമുക്കറിയാം, നമ്മളൊക്കെ മാതാപിതാക്കളാണ് അല്ലെ. നമ്മളെ പിതാക്കളില്ലെങ്കിൽ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും നമ്മളെല്ലാവരും നമ്മളെ കുട്ടികളെ ആ എന്താ നാളേക്ക് ഞാൻ എന്താവും എന്ന ഫിയർ കുട്ടിക്കുണ്ട്. വാവ്. പിന്നെ നമ്മള് ഏഹ് ഞാനും നിങ്ങളൊക്കെ നമ്മളെ കുട്ടികളെ നന്നായിട്ട് പഠിക്കുന്ന, ആത്മവിശ്വാസമുള്ള, കോൺഫിഡൻസോട് കൂടി നിൽക്കുന്ന നല്ല കുട്ടികൾ ഉണ്ടാവാനാണ്, നല്ല കുട്ടികളായി തീരാനാണ് ഞാനും നിങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പരിശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ആസ് എ പേരന്റ് എന്ന രീതിയിൽ. പക്ഷെ പലപ്പോഴും നമുക്ക് വീഴ്ചകൾ പറ്റാറുണ്ട്. അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആങ്സൈറ്റി ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്, ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ ആങ്സൈറ്റി എങ്ങനെയൊക്കെയാണ് വരിക? ശരിക്കും ഇതില് ഒരു ആങ്സൈറ്റി വരുന്ന സമയത്ത് നമ്മളെ കുട്ടികളായാലും നമ്മളായാലും ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്.
ഒരു ആങ്സൈറ്റി ഉള്ള കുട്ടികളിൽ പലപ്പോഴും കണ്ടുവരുന്നത്, ഒന്ന്, കുട്ടികളായതുകൊണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കരച്ചില്, പേടി, സ്കൂളിൽ പോകാൻ പേടി അല്ലെങ്കിൽ മടി. ഞാൻ ആരെ മുഖവും കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പ്രയാസം ക്ലാസ് എടുക്കാൻ. എനിവേ ഞാൻ എടുക്കുന്നു. ഒരാളെ, ഒന്ന് രണ്ടാളെങ്കിലും വീഡിയോയിൽ വരിക കേട്ടോ. അപ്പൊ ഞാൻ നമ്മള് ഒന്ന് കിച്ചണിലാണ്, നമ്മുടെ അതുകൊണ്ടാണ്. എങ്ങനെ, കിച്ചണിലാണുള്ളത്, ഓക്കെ ഫുഡാക്കുന്നതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവരും ഓരോരോ തിരക്കിലായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീഡിയോയിൽ വരിക. അത് വളരെ സൗകര്യപ്രദമാണ്. എനിക്ക് മുഖത്തോട് മുഖം നോക്കി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് തോന്നും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ കുട്ടികളിൽ വരുന്നത്, ആഹ്, നമുക്കറിയാം, നമ്മളെ കുട്ടികൾ പേടി, കരച്ചില്, പോ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഞാൻ ഓരോ പല സ്ഥലങ്ങളിലും ഞാൻ അവിടെ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഇതൊക്കെ ആങ്സൈറ്റിയുടെ ഭാഗമാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും സാധാരണ ഉമ്മമാരായ നമ്മൾ പറയാറ് ഇവന്റെ മടിയാണ്, അല്ലേ? ഇവന് എന്താണ്, പിന്നെ ഇവനെ എന്തൊരു ഒരു വാക്ക് പറയാറുണ്ടല്ലോ, എന്നാളെ ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നല്ലോ. അതായത് ഇവന്റെ കഴമ്പുകേടാണ്. പിന്നെ ക്ലാസ് പോയാൽ അവൻ പഠിക്കും, ഇവിടെ നിന്നിട്ട് എൻ്റെ ഫോണിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. പിന്നെ അതുപോലെ രോഗങ്ങൾ പറയും, പല വേദനകൾ പറയും. ഇതൊക്കെ കാരണം കുട്ടികൾ ആങ്സൈറ്റി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? എന്തായിരിക്കും കുട്ടിക്കുള്ള ആങ്സൈറ്റി? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫ്യൂച്ചർ ആണ്, ഒരു സിമ്പിൾ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫ്യൂച്ചറിൽ എന്തോ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അവർക്കുള്ള ഒരു ആശങ്ക, പേടി. എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ ഇങ്ങനെ പല കാര്യങ്ങളും വാശി പിടിച്ച് ഞാനത് ചെയ്യൂല, ഞാൻ ഇത് ചെയ്യൂല, ഞാൻ അവിടുന്ന് പോവൂല എന്ന് പറഞ്ഞ് കരയുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും? അവർക്ക് അവരുടേതായ ഒരു റീസൺ ഉണ്ടാവും. നമ്മളെ നോക്കി കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിലാണ് നോക്കുക, അല്ലെ? നിങ്ങളൊക്കെ, ഞാനൊരു കാര്യം കാണുന്ന പോലെ അല്ല നിങ്ങൾ കാണുക. നിങ്ങൾ കാണും പോലെ അല്ല മറ്റൊരാൾ. ഈ നമ്മളെ ഗ്രൂപ്പിൽ എത്ര ആളുണ്ടോ അത്രയും ആളുകൾ കാണുന്ന ഒരേ കാര്യം ഡിഫറെന്റ് ആംഗിളിലൂടെയാണ്. ഈ ഡിഫറെന്റ് ആംഗിളിലൂടെ കാണുമ്പോൾ തന്നെ അതെന്തായി, അതിന്റെ സ്വഭാവം മാറി. പലപ്പോഴും നമ്മൾ ട്രെയിനിങ്, ഓഫ്ലൈൻ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു ഒരു എക്സസൈസ് ഉണ്ട്, സിമ്പിൾ. ഞാൻ ഇപ്പോ ഇതിലുള്ള ഒരു പേര് പറയാം. ഹനാനോട് ഒരു കാര്യം പറഞ്ഞു. ഹനാൻ അതടുത്ത് ജംഷീബിനോട് ആ കാര്യം അങ്ങോട്ട് ഷെയർ ചെയ്തു. അതങ്ങനെ പോയി പോയി എൻ്റെ കയ്യിലുള്ള ഓർഡർ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതങ്ങനെ സാജിദ ഉസ്മാൻ, ശ്രീജന്റെ ഒക്കെ എത്തുമ്പോഴേക്കും പോയി പോയി ഈ 20-25 ആളിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല അവിടെ എത്തുക, അല്ലേ? ആണോ? അല്ല, നമ്മൾ കേൾക്കുന്ന പല ഗോസിപ്പുകളും അടിസ്ഥാനം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് പറഞ്ഞ് പറഞ്ഞ് ഒന്നും, ചില ആൾക്കാർ അതിന്റെ മുകളിലൊക്കെ ഒന്ന്, എന്താ പറയാ, പൊടിയിട്ട് മിനുക്കും. ചില ആൾക്കാർ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യും. അങ്ങനെ പലതും ഉണ്ടാവും. ഇതൊക്കെ കൂടെ കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഗോസിപ്പ് യഥാർത്ഥത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒന്നായിരിക്കും. ഇതുപോലെ കുട്ടികൾ മുന്നിൽ സ്കൂളിലേക്ക് പോവാത്തതിന്റെ ഒരു കാരണം ചിലപ്പോൾ ആ അധ്യാപകൻ മറ്റൊരു കുട്ടിയെ അടിക്കുന്നത് കണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ ആ കുട്ടി എന്തോ ചോദ്യം ചോദിക്കുന്നു പേടിച്ചിട്ടായിരിക്കും. അല്ലെ ചോദ്യം ചോദിച്ച കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇങ്ങനെ തുടങ്ങി കുട്ടീന്റെ ഉള്ളിലുള്ള പ്രഷർ എന്താ നമുക്ക് അറിയുന്നില്ല. ഉണ്ടോ? ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഏറി വന്നാ ഒന്ന് പേടിക്കണ്ട ട്ടോ, സാരല്ലേ, ഞാൻ ഉണ്ടാവും ട്ടോ പറഞ്ഞു തീർന്നു. അത് കുട്ടീനെ കംഫർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ അമിഗ്ഡാല, തലച്ചോറിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ഒരു ബ്രെയിനിലെ ഈ ഒരു പാർട്ട്, ഇങ്ങനെ ഒരു പേടി വന്നു കഴിഞ്ഞാൽ സാരല്ലട്ടോ, പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞാൽ പേടി മാറൂല. അമിഗ്ദാല അടങ്ങിക്കൂല. ഞാൻ മാറിത്തരാം, അതി പൊയ്ക്കോ എന്ന് പറയൂല. മനസ്സിലായോ? അമിഗ്ദാലക്ക് കിട്ടേണ്ട സാധനം കിട്ടണം. നമ്മൾ കംഫർട്ട് ചെയ്യേണ്ട രീതിയിൽ കംഫർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ആങ്സൈറ്റി പല രൂപത്തിൽ കുട്ടി കരഞ്ഞോണ്ടേയിരിക്കും, സ്കൂളിൽ പോവാതിരിക്കും, വയറുവേദന പറയും, കാലുവേദന പറയും, പല സാധനം, കരച്ചിലുണ്ടാവും, മടി ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ കുട്ടിയെ എവിടെ കംഫർട്ട് ചെയ്യാം? ഒന്ന്, അതേപോലെ നമ്മുടെ ആങ്സൈറ്റി കുട്ടികൾ കോപ്പി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് പോലെ തന്നെയാണ് ഡയറക്റ്റ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാധനമാണ്. പല കാര്യങ്ങളും നമ്മൾ പാരന്റ് കുട്ടിക്ക് ഇങ്ങനെ പേടി അതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും. വീട്ടിൽ ആദ്യം ഡയറക്റ്റ് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ പാരന്റ് പറയും ഞാൻ ആ ടൈപ്പാണ്. ഡയറക്റ്റ് ചോദിക്കാൻ മടിച്ചിട്ടാണ് നമ്മൾ, നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷമം ഉണ്ടോന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുക.
കുടുംബത്തിലോ ആർക്കെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവർ ഞാൻ അങ്ങനെ അങ്ങനെയുള്ള പെട്ടെന്ന് ടെൻഷനാണ് കൂട്ടത്തിലുള്ള എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, ഞാൻ പെട്ടെന്ന് ദേഷ്യമുള്ള ആളാ. അപ്പൊ നമുക്ക് റൂട്ട് കിട്ടി, കോപ്പി ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി, ജീന് കിട്ടി, എല്ലാം കിട്ടി. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതുപോലെ നമ്മളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ ഈ അമിഗ്ഡാലയെ കാമാക്കി നമ്മുടെ കുട്ടിയെ കംഫർട്ടാക്കി നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുവരും? ഇത്തരം അനുഭവങ്ങൾ നിങ്ങളെ കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ? ഇനി നേരത്തെ എസ് പറഞ്ഞ പോലെ നോ പറഞ്ഞ പോലെ ഒക്കെ പറയൂ, കേൾക്കട്ടെ. ഉണ്ട് ഉണ്ട് ഉം ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട് പിന്നെ ഉണ്ട് ഉണ്ട്, ഉണ്ടായിരുന്നു ഇക്ക. ഉണ്ടായിരുന്നു. ഇപ്പോഴും അനുഭവിച്ചും കൂടെ നിൽക്കുകയാണ്. സ്കൂളിൽ ഇപ്പോഴും പോകാൻ ഭയങ്കര അനുഭവിച്ചു. മടിയാ. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ. അതിനൊരു റീസൺ ഉണ്ടാവും എപ്പോഴും. കുട്ടികൾക്ക് എപ്പോഴും അവര് പോവാതിരിക്കാൻ അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടാവും. ആ കുട്ടിയോട് നമ്മൾ അടുത്തിരുത്തി വളരെ സ്നേഹത്തോടു കൂടി, എപ്പോഴെങ്കിലൊക്കെ ഒരു കുട്ടിയല്ലേ, നമുക്കും ചില ദിവസം പണിയെടുക്കാൻ ഒരു മടിയുള്ള ദിവസം ഉണ്ടാവാറില്ലേ? ഇത് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലേ? ചില ദിവസം നമ്മൾ നല്ല മൂടായിരിക്കും, രാവിലെ തന്നെ ചടപടോ എല്ലാ പണിയും ചെയ്ത് വേഗം കുളിയൊക്കെ കഴിക്കും. ചില ദിവസം അങ്ങ് ഇരിക്കും, ഞാനായാലും നിങ്ങളായാലും അല്ലേ, ഒപ്പിച്ചൊരു പണി എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഇരിക്കും. ചിലപ്പോ ഫോണിൽ ഇതാക്കി. ഇങ്ങനത്തെ സ്വഭാവം ഒന്നും ആർക്കും ഇല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്, സമാധാനായിരിക്കും. ഉണ്ടാവലുണ്ട് മിസ്സേ. പീരീഡ്സ് ഉണ്ടാവാറുണ്ട് ഇത്. ആവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാത്തപ്പോഴൊന്നുമില്ല. പീരീഡ്സിന്റെ ടൈമിൽ ഉണ്ടാവും അത് പിന്നെ മിസ്സേ. റെസ്റ്റ് ആണ്, അത് അല്ലാതെ ഞാനും കുഴപ്പമില്ല. എടുക്കാറുണ്ട് ഒരു റെസ്റ്റ്. അല്ലാതെ ഈ മടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. പീരീഡ്സ് ആകുമ്പോഴുള്ള റെസ്റ്റ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ അല്ല. മടിയൊന്നല്ല. കാരണം ഞമ്മളൊന്ന് മാറ്റി വെച്ചാ പിന്നെ ഞമ്മളന്നെ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതില് വേഗം ആ അങ്ങോട്ട് ചെയ്ത് ആ, തീർക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണല്ലോ, എഴുന്നേറ്റാലും നമ്മൾ തന്നെ ചെയ്യണല്ലോ എന്ന് കരുതി നമ്മൾ അങ്ങ് ചെയ്യും. അപ്പോ പിന്നെ എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെന്ത് വിചാരിക്കും എന്ന് ഞാൻ ചിന്തിക്കാത്ത എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ പിന്നെ മടി ഒരു ദിവസം വന്ന് അത് മടിച്ചിരിക്കും. ഫുഡ് ഉണ്ടാക്കാൻ അതും എന്തെങ്കിലും ചെയ്യാം, അതും എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പൊ ഓരോ ആളുകളും ഡിഫറെന്റ് ആണ്. എല്ലാ ദിവസവും എന്നല്ല പറയുന്നത്, ചില ദിവസങ്ങളിൽ നമുക്കും അത്തരം ഉണ്ടാവും. അതല്ല ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകാൻ മടി, സ്ഥിരമായിട്ട് കരച്ചില്, സ്ഥിരമായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കുട്ടിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. മനസ്സിലായോ? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടി സ്ഥിരമായിട്ട് സ്കൂളിൽ പോവാൻ മടി അല്ലെങ്കിൽ കരച്ചിലാണ്. കുട്ടീനോട് ചോദിച്ച സമയത്ത് ഒരു ഒരു 6 മാസം മുമ്പുള്ള ഒരു കേസാ. കരച്ചിലായിട്ട് ഒരു അധ്യാപകൻ സ്കൂളിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തൊരു കേസായിരുന്നു. ആ കുട്ടീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച സമയത്ത് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് സംസാരിച്ചു. സംസാരിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കുട്ടീനോട് ചോദിച്ചു, നിനക്ക് എന്താ ഏറ്റവും ഇഷ്ടം, സ്കൂളിൽ പോയാൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്താ? ഞാൻ ഒറ്റക്കാ, എൻ്റെ ഫ്രണ്ട്സിനൊന്നും എന്നെ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി നിന്റെ ഫ്രണ്ട്സിനൊന്നും എന്നെ ഇഷ്ടമല്ലാത്തത്? അത് എനിക്കറിയില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അപ്പൊ കുട്ടിയുടെ കാരണം, കുട്ടീനെ അവിടെ പോയാൽ ആരും ആക്സെപ്റ്റ് ചെയ്യില്ല, പിന്നെ അതുകൊണ്ട് തന്നെ അവരൊക്കെ പോകുമ്പോൾ കുട്ടി ഒറ്റക്കാണ്. അങ്ങനെ കുട്ടീന്റെ ഉള്ളിൽ വന്ന ഒരു ഭയമാണ് കുട്ടീനെ സ്കൂളിൽ പോവാൻ തന്നെ മടിക്കുന്നത്. നീ പേടിക്കണ്ട, നീ നല്ല കുട്ടിയാന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിഗ്ഡാല മാറിക്കോ? ഇല്ല. അവിടെ കുട്ടിയെ എങ്ങനെ നമ്മൾ കംഫർട്ട് ചെയ്യും? എങ്ങനെ കുട്ടിയെ അവിടെ നമ്മൾ അവിടെ കുട്ടീന്റെ സ്ഥാനത്തേക്ക് നിൽക്കണം. നമ്മളെ ഫ്രണ്ട്സ് ഒരുപാട് നമ്മളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ ഒരുപാട് റിലേറ്റീവ്സോ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ട്. അവരെല്ലാരും സംസാരിക്കുക, നമ്മൾ ആരും കൂട്ടില്ല. നമ്മൾ വരുമ്പോഴേക്കും അവർ മിണ്ടാതിരിക്കുക. നമുക്ക് ഫീൽ ആവുമല്ലേ? വേദന ഉണ്ടാവുമല്ലേ? ഉണ്ടാവും. നമ്മളെ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി, നമ്മളോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി, അവര് മിണ്ടാതെ വന്നു. കുറച്ച് കഴിയുമ്പോ അവര് വേറെ ഗ്രൂപ്പായിട്ട് വീണ്ടും പോയി. അപ്പോഴും നമ്മളെ വിളിച്ചില്ല. അവര് ഫുഡ് കഴിക്കാൻ പോയി, അവരെല്ലാരും വിളിച്ചു, എന്നെ ആരും വിളിച്ചില്ല. വിഷമം ഉണ്ടാവുമല്ലേ? ഞാൻ എന്ന വ്യക്തിക്ക് വിഷമം ഉണ്ടാവും. നിങ്ങളെ വ്യക്തി മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറയും. അപ്പോ ഇതേപോലെയാണ് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞു മനസ്സിൽ വേദനിക്കുന്നുണ്ടോ ഇല്ലേ? എന്ത് കാരണം? ഈ ആങ്സൈറ്റി കാരണം. അവര് മിണ്ടാത്തത് ഓക്കെ, അതൊരു ഫാക്റ്റ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ സ്കൂളിൽ പോവാത്തതിന്റെ കാരണം അവിടെ എത്തിയാൽ മിണ്ടാനും പറയാനും ആരും ഇല്ല, അവരൊക്കെ ഒറ്റപ്പെടുത്തും എന്നുള്ള കുട്ടിയുടെ ഈ ആങ്സൈറ്റി ആണ് ആ സ്കൂൾ പിന്നെ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങാത്തതിന്റെ കാരണം.
പലതും പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടാൽ തന്നെ സ്കൂളിൽ എത്തുമ്പോഴേക്കും വയറുവേദന പറഞ്ഞ് മിസ് ഇങ്ങോട്ട് വിളിക്കും, അല്ലെ തലവേദന പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് പോരും. എവിടെ പ്രശ്നം? ഇതുപോലെ എന്തെങ്കിലും ട്രിഗേർഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ ഉണ്ടാവും. അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കുട്ടിയെ? എന്താ നമ്മൾ അത്തരം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുക? ആസ് എ മദർ എന്ന രീതിയിൽ എല്ലാ കേസും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു ഉമ്മ എന്ന രീതിയിൽ, നമുക്ക് മദർ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉം ഇതെങ്ങനെ മാറുക? അതാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെ മാറ്റും? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എങ്ങനെ മാറ്റും? നിങ്ങളുടെ ഐഡിയാസ് കമന്റിലൂടെ വരട്ടെ. അപ്പോഴാണല്ലോ ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ. പിന്നെ എല്ലാരും മ്യൂട്ട് മാറ്റിയ പിന്നെ മ്യൂട്ട് മാറ്റൂ എന്ന് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞോളൂ കേട്ടോ. എല്ലാരും ഓണാക്കണ്ട, അത് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഓണാക്കാൻ പറയാത്തത്. എങ്ങനെ മാറ്റും? നമ്മൾ സിംഗിൾ പ്രോബ്ലത്തിനെയാണ് ഇപ്പൊ എടുത്തത്. ഈ പ്രോബ്ലത്തിന് നമ്മൾ എങ്ങനെ മാറ്റും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരട്ടെ. കുട്ടിനോട് നല്ലോണം സംസാരിച്ച് എന്താണ് കുട്ടിന്റെ പ്രോബ്ലം എന്ന് ആ മനസ്സിലാക്കി എടുക്കുക. അത് നമ്മൾ മനസ്സിലാക്കി ഓൾറെഡി. കുട്ടിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, കുട്ടിക്ക് അവിടെ പോവാനുള്ള പേടിയാണ്, അതുകൊണ്ട് അതിന്റെ മുകളിൽ ഉണ്ടായ പ്രയാസാണ്. ഈ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞ സംഭവം നമ്മളൊരു ഉദാഹരണം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. വെറുതെ ഞാൻ അത് ഇത് എന്ന് പറഞ്ഞു പോവല്ല. അപ്പൊ എങ്ങനെ നമ്മൾ ഈ കുട്ടിയെ കംഫേർട്ട് ചെയ്ത് കുട്ടിയുടെ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? കുട്ടിനോട് നമ്മള് ഒരു എന്ത് കംഫേർട്ട് കൊടുക്കും? ഫ്രണ്ടിനെ പോലെ കുട്ടിനോട് സംസാരിച്ച്, അതായത് നമ്മൾ കുട്ടീനെ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആ കുട്ടിയുടെ വികാരം എങ്ങനെയാണ് അതേ സെൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾക്ക് കുട്ടിക്ക് ബോധ്യപ്പെടുത്തണം. മനസ്സിലായോ? നമ്മൾ ഉമ്മയല്ല, നമ്മള് ടീച്ചറല്ല, പക്ഷെ ആ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട് നമ്മളോട് പറയും ഞാൻ ഒറ്റക്കടി, എന്നെ ആരുമില്ല. എടി നീ അങ്ങനെ ഒന്നും നമ്മളെന്താ പറയാ? എടി നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, ഞാനില്ല എന്റെ കൂടെ, ഇജ്ജ് എന്തിനാ എങ്ങനെ എന്ന് ചോദിക്കൂലേ? നിനക്ക് എന്തേ പറയാണ്ട്? പക്ഷെ ഒരു മദർ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ഥാനം ഉയർന്നിട്ട് നമ്മളെ വാക്കുകളും പ്രവർത്തനങ്ങളും കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്ക് മാറും. അത് മാറ്റി ഏറ്റവും താഴ്ന്ന ലെവലില് ആ ഒരു കുട്ടീന്റെ പ്രായത്തിനനുസരിച്ച് നമ്മൾ മാറിയിട്ട് കുട്ടീനെ കംഫർട്ട് ചെയ്യാൻ പറ്റും. അവിടെ കുട്ടീനോട് നമ്മൾ കൊടുക്കേണ്ട വാക്കുകള് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ നമ്മൾ ആ കുട്ടിയെ കംഫർട്ട് ആക്കും? നമ്മളിപ്പോ സാധാരണ ഒരു ഉമ്മ പറയാറ് സാരല്ല, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അതിനൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഒരു വശം. രണ്ടാമത്തെ വശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സാഹചര്യത്തെ ക്ലിയർ ചെയ്യുക. രണ്ടാമത്തെ വശം, ഈ കുട്ടീനോട് നമുക്ക് പറയാം അവരൊക്കെ വെറും എന്താണ്, സാധാരണ നിന്നെ പോലെ അവർ കൂട്ടിയില്ലെങ്കിൽ അത് വിഷമാക്കേണ്ട കാര്യമല്ല, പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമല്ല. നിനക്ക് എല്ലാവരും കൂട്ടുണ്ട്, നീ എല്ലാരോടും നല്ല പൊളൈറ്റ് ആയിട്ട് നീ സ്ട്രോങ് ആണ്. അവരെ ഏറ്റവും ബോൾഡ് ആക്കിയിട്ട്, അവരെ ഏറ്റവും സ്ട്രോങ് ആക്കിയിട്ട്, അവരുടെ പേഴ്സണാലിറ്റിയെ ഒരു മുറിവ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുറിവിനെ മായച്ചുകൊണ്ട് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് അവിടെ ആ കുട്ടിയുടെ പ്രശ്നം പരിഹാരമാവുക. ഇതുപോലെ ഓരോ കാര്യം, മടിയാവാം, നമ്മൾ കാണുന്ന കരച്ചിലാവാം, ഇതിനെല്ലാത്തിനും നമ്മൾ എപ്പോഴും കുട്ടികളോട് ഓപ്പൺ ആയിട്ട് ഇരുന്ന് അവരോട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടിയിൽ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താം, ആ കുട്ടിയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് കുട്ടികളിൽ വരുന്ന ഇത്തരം ചെറിയ ചെറിയ ആങ്സൈറ്റികൾ പിന്നീട് വലിയതാവുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 38 വയസ്സ് ആയ ഒരാളെ കണ്ടു കൗൺസിലിങ്ങിന്. അപ്പോൾ അയാളുടെ പ്രോബ്ലം എവിടെയെന്ന് നോക്കിയ സമയത്ത് ഒരു കലോത്സവ സമയത്ത് അവര് പാടിയിരുന്ന പാടിയ ഒരു പാട്ടിനെ ഏതോ ഒരു കുട്ടി കളയാക്കിയിരുന്നു. അതിന്റെ ശേഷം തുടങ്ങിയ പ്രശ്നമാണ് ഇദ്ദേഹത്തിന് ഒരു പേടി, ആളുകളോട് സംസാരിക്കാനുള്ള പേടി, ഒരു വിക്കിന്റെ പ്രശ്നം, ഒരു പ്രയാസം. ഇത്തരം ബുദ്ധിമുട്ട് അയാൾക്ക് പിന്നീടാ തുടങ്ങിയത്. അപ്പൊ എവിടുന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. അന്ന് അത് അവിടെ ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് ഈ 38 വയസ്സുകാരൻ ഇന്നും കൊണ്ടെടുക്കുകയാണ്. ഞാൻ പാടുന്ന പാട്ടൊക്കെ നല്ലതാന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ പാടും എന്ന കോൺഫിഡൻസ് ഉണ്ടാവണം. മനസ്സിലായോ? ഓരോ കുട്ടികളിലും ഓരോ നമ്മൾ പാരന്റ് എന്ന രീതിയിൽ അവരെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ
അവര് കൃത്യമായിട്ട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതേ എക്സ്പ്രഷനോട് കൂടി അതേ അനുഭവത്തോടു കൂടി നമ്മൾ അറിയാ, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അവരെ കൂടെ നിൽക്കുക, വെറും വാക്കുകളിലല്ല, അവരെ കൂടെ എല്ലാത്തിനും അവർ പറയുന്നത് കൃത്യമായിട്ടുള്ള ലിസണർ ആവുക, അതേ ഇമോഷനിലോടുകൂടി മനസ്സിലാക്കുക. പലപ്പോഴും അടിച്ച് പിടിച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ മക്കളെ തന്നെ അടി ഉണ്ടാക്കി വരും. ഒരു പെൻസിലിനോ ഒരു പെന്നിനോ ഒക്കെ ആയിരിക്കും. നമ്മളിങ്ങോട്ട് ദേഷ്യം ഇരിക്കും, ഒരു പെന്നിനാണോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ഒരു പെൻസിൽ ഇങ്ങനത്തെ ഒന്നും ചോദിക്കാത്ത വീടുണ്ടോ? ഉണ്ടോ? ചെറിയ കുട്ടികളുള്ള 2-3 കുട്ടികളുള്ള വീടാണെങ്കിൽ ഒരു പെന്നിനും ഒരു പെൻസിലിനും ഒക്കെ സ്ഥിരമായിട്ട് അടി ഉണ്ടാവും. അതില്ലാന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ ചെറിയ ഇപ്പൊ ഇവിടെ റീസെന്റ് ആയിട്ടുണ്ടായ, എന്റെ വീട്ടിൽ റീസെന്റ് ആയിട്ടുണ്ടായ അടി എന്ന് പറയുന്നത് ഈ മറ്റേ പൈസ വാങ്ങാൻ കിട്ടുമല്ലോ ഇപ്പൊ. ഈ പിന്നെ ചെറിയ ചെറിയ പൈസകള് 10 രൂപ 50 രൂപ ഇത് വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് ഇത് എന്റെ പൈസ അവനെടുത്തു, അവന്റെ പൈസ ഇവിടുന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു അടി. അല്ലെ? സ്വാഭാവികമാണ്. ഇപ്പൊ ഇവര് ഇമോഷൻ, ഇവര് കരയുന്നൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഈ പൈസക്കാണോ? ഇല്ലാന്ന്. മാഷാ അല്ലാ, സുലൈഖ നിസാർ, നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു അടിയോ പ്രശ്നങ്ങളൊന്നും ഇല്ല? കുട്ടികൾ 2 ഉണ്ടോ അതോ ഒന്നേ ഉള്ളോ? ഉം ആരാന്നറിയില്ല എന്തായാലും. ഉം അടി പ്രശ്നമില്ലാന്നല്ല മിസ് പറഞ്ഞേ. എന്താണില്ലാന്ന് പറഞ്ഞേ? ആ കുട്ടികളുടെ ഇടയിലുള്ള അങ്ങനത്തെ ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞ. എന്തുണ്ടോന്ന്? വഴക്കുണ്ടാക്കൂലേ കുട്ടികൾ തമ്മില്? ഇല്ല, ഇങ്ങനെ പെൻസിലും ഇതൊക്കെ കളഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞ അങ്ങനൊന്നും പറയില്ലാന്ന്. അല്ല, കളഞ്ഞു വരുന്നല്ല. ഒരു പെൻസിൽ എന്റെ പെൻസിലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് തോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഉം അതിന് കുട്ടികളോടൊന്നും പറയില്ലാന്ന്. കുട്ടികളോടൊന്നും പറയില്ലാന്ന്. കുട്ടികളെ അല്ല. ആ അതിന് ദേഷ്യം പിടിക്കൂലാന്ന്. ഒരു ആ പെൻസിലാണോ പോയത് അതിനപ്പൊ അങ്ങനെ നിസ്സാരാക്കി പറയില്ല. മാഷാ അല്ലാ. അങ്ങനെ നിങ്ങളത് പരിഹരിക്കാൻ അറിയാന്ന്. ഓക്കെ, മാഷാ അല്ലാ. പിന്നെ ഞാൻ വിചാരിച്ചു വഴക്കുണ്ടാവില്ലാന്ന്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടിയല്ല, ഏത് 3 കുട്ടിന്റെ ആ വഴക്കാണ്. ആ അതാണ് ഞാൻ ചോദിച്ചത്. ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ നിസ്സാര കാര്യത്തിന് പലപ്പോഴും നമുക്ക് തോന്നുന്ന, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിസ്സാര കാര്യത്തിന് പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിന് വലിയ കുട്ടികളാണ്. അവരെന്തുണ്ടാക്കും? ഒരു കുട്ടി 10ാം ക്ലാസ്സും ഒരു കുട്ടി 8ാം ക്ലാസ്സും ആണ്. എന്നാലും ഇടക്കിടക്കൊക്കെ ഉണ്ടാവും ആ, അടിമുടിയൊക്കെ. ആ. വലിയ കുട്ടികളാണെങ്കിൽ അവർ കുട്ടികൾ എന്നുള്ള പേരായതുകൊണ്ട് ആ സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടാവുമല്ലോ. വേണമല്ലോ. ഏത് കുട്ടിയാണെങ്കിലും നമ്മൾ അവിടെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഇത്തരം സ്ഥലത്ത് നമ്മൾ നിസ്സാരാക്കുന്ന കാര്യങ്ങൾ പോലും അവരുടെ ഉള്ളില് വേദന, ആങ്സൈറ്റി കൂട്ടാനും, അത് പിന്നീട് പല സോഷ്യൽ ഫോബിയ, സ്പെസിഫിക് ഫോബിയ, അഗോരോഫോബിയ, ഇങ്ങനെ കുറേ ടൈപ്പ്, എനിക്ക് തോന്നുന്നു 26ഓളം ടൈപ്പ് ഓഫ് ഫോബിയാസ് ഉണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മളെ കുട്ടികൾക്ക് നമ്മളൊരു പേടി ഉണ്ടാക്കാൻ പാടില്ല, ഒരു ആങ്സൈറ്റി ഉണ്ടാക്കാൻ പാടില്ല. അവര് മറ്റൊരു വ്യക്തിത്വമാണ്, അവര് നാളെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അവരെ മനസ്സിലാക്കുമ്പോൾ അതേ ലെവലിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അതേ ലെവലിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവരിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിന് പൂർണ്ണതയിലെത്തുക. ഇതുപോലെ കുഞ്ഞു കുട്ടികൾ എന്നല്ല, എന്താണ്, പിന്നെ ഇതുപോലെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ അവർക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടൂല, ഞാൻ പരീക്ഷ എഴുതാം, പരീക്ഷൻ്റെ അന്ന് മാത്രം ഒരു വയറുവേദന. അപ്പൊ നമ്മൾ അവിടെ കുട്ടികള് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയോ ഇല്ലേന്ന് പ്രശ്നമല്ല, നീ എഴുത്, നീ നിന്റെ മാക്സിമം ചെയ്യും. അപ്പോഴാണ് എനിക്ക് സന്തോഷം. മാക്സിമത്തിൽ ചെയ്യണം. പഠിക്കാൻ ഇരുന്നില്ലേ നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളോട് ഒരാള് ഒന്നിൽ എന്റെ കൂടുതൽ. മിസ്, എന്റെ മോന്, ഞാൻ ഒരു വിഷയം പറയാം. ഉം. എന്റെ മോന് പിന്നെ ഹാഫിളാണ്. ഇപ്പം +2 മാഷാ ഉള്ളത്. അല്ലാ, മാഷാ +2 അല്ലാ. പഠിക്കുന്നത്. ഉം, ഹാഫിളാണ്. അപ്പൊ ഇപ്പം അവിടെ ദർസിൽ പരിപാടി ഉണ്ടായപ്പോ ഉം, എന്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പനിയാണ്, ചുമയാണ്, ഉം, ഞാൻ ഒരു പരിപാടിയിലും ഇല്ല, ഉം, ഇന്ന് ഹിഫ്ളുണ്ട്, ഉം, അപ്പൊ ഹിഫ്ളിനൊന്നും ഞാൻ പോണില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തേ? അപ്പൊ എനിക്ക് ചുമയാണ്. അപ്പൊ ഞാൻ പറയാം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഉമ്മാന്റെ കുട്ടി പോണം, ഉം, പങ്കെടുക്കണം, എന്തായാലും ഉമ്മാന്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടും, ഉം, ഉമ്മച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉം. അങ്ങനെ പോയി പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടി, കലാപ്രതിഭായി. വേറെ വാവ്. വിഷയത്തിലൊക്കെ ഉം, കിട്ടി ഫസ്റ്റ്. ഉം, ഉം, കലാപ്രതിഭായി ഉം, വന്നപ്പോ പിന്നെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്,
അന്ന് ഉമ്മ പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുണ്ടാവൂല, ഞാൻ അതിന് പങ്കെടുക്കൂല, ഒരു ഇത് പരിപാടിയിലും ഞാൻ പോകൂല എന്ന്. അപ്പൊ മാഷാ അല്ലാ. കുട്ടികൾ പറഞ്ഞാല് നമ്മള് അങ്ങനെ ഇതാക്കി കൊടുക്കരുത്. അവർക്ക് പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാല് ഉം, വീണ്ടും വീണ്ടും. കഴിഞ്ഞ പ്രാവശ്യം കലാപ്രതിഭയാണ് ആയത്, അപ്പൊ ഈ ഉം, പ്രാവശ്യം തീരെ കിട്ടൂല എന്നാ പറഞ്ഞത്. ഉം. കാരണം ചുമയാണ്, പനിയാണ്, സൗണ്ട് ഇല്ല. അവർ അതൊന്നും പ്രശ്നമാക്കണ്ട, ഉമ്മാന്റെ മോൻ പങ്കെടുത്താൽ മതി, ഉമ്മച്ചി പ്രാർത്ഥിക്ക എന്നൊക്കെ പറഞ്ഞ് പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടിയ കലാപ്രതിഭയായി. മാഷാ അല്ലാ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ നമ്മളെ കുട്ടീനോട് പറയുന്ന സമയത്ത് ആദ്യം പറയാ, എന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, ശരിക്കും ഇജ്ജ് പ്രയാസപ്പെട്ടില്ലേ. അപ്പൊ കുട്ടി പറയും, ശരിക്കും ഉമ്മ ഞാൻ ശരിക്കും സങ്കടായി, എനിക്ക് തോന്നി ഞാനാണേലും അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് ശരിക്കും സങ്കടം വരും. ഇജ്ജ് ആയിട്ടാട്ടോ മുത്ത ഇങ്ങനെയൊക്കെ ആയത്, എനിക്ക് ധൈര്യം ഉള്ളോണ്ടാട്ടോ ഇജ്ജ് ഇങ്ങനൊക്കെ പിടിച്ചിന്ന്. എനിക്ക് ഈ ധൈര്യം ഉണ്ടെങ്കിൽ ഇനിയും ആവൂട്ടോ. വെറുതെ അവരെ ഇമോഷനിൽ കയറി അവരെ ഇമോഷനിൽ കൂടെ നമ്മളെ ഒന്ന് സ്പാർക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ, കത്തിച്ചു കൊടുത്താൽ മതി. അവരെത്തേണ്ട നില നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താവും. പക്ഷെ നമ്മൾ അവരെ ഇമോഷൻ ആദ്യം ടച്ച് ചെയ്യണം, എന്നാലേ നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റൂ. നമ്മൾ വിചാരിക്കാത്ത അത്രയും ഉയരങ്ങളിൽ നമ്മളൊക്കെ മക്കൾക്ക് കഴിവുണ്ട്. നമ്മൾ ഈ ഗിന്നസ് ബുക്കിൽ കാണുന്ന എല്ലാവർക്കും അതേ ലെവലില് പഠിച്ചവൻ ഒരുപാട് ബുദ്ധി അധികം കൊടുത്തോണ്ടൊന്നല്ല. നമ്മളൊക്കെ ബുദ്ധിയുള്ള കുട്ടികളും നമ്മളൊക്കെ കുട്ടികളെ ബുദ്ധിയുള്ള കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഗിന്നസ് ബുക്കിൽ എത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ചെറിയ വീഡിയോ കണ്ടു. അതിൽ ആ അമ്മ സോറി, ആ അമ്മ പറഞ്ഞത്, 1 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഓരോ ക്ലിപ്പ് കാണിച്ചു കൊടുക്കായിരുന്നു, ഓരോ ഫോട്ടോസ് കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ട് ഇതെന്താന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇതെന്താന്ന് പറയും. ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുത്തണോ? എനിക്ക് തോന്നുന്നില്ല. ഇതിലെ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെക്കോർഡ് കിട്ടിയേനെ. കുട്ടിക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് ഇന്ന ആന എന്ന് പറഞ്ഞിട്ട് ആനക്കനെ കാണിച്ചു കൊടുക്കും. കുട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. കുറെ ദിവസം കഴിയുമ്പോ പിന്നെ ആന എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാന്ന് പറയുമ്പോൾ കുട്ടി ഈ കറുത്ത സാധനം കാണിച്ചു കൊടുക്കും. മനസ്സിലായോ? തൊട്ട് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ നാട്ടിലുള്ള എല്ലാ സംഭവം ഐഡന്റിഫിക്കേഷൻ, ഗിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണുന്നു. അപ്പൊ അത്തരം ഏത് സാധനവും കൺസിസ്റ്റന്റ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളും ഏറ്റവും നല്ല ഉയരങ്ങളിലെത്തും. പക്ഷെ അവരുടെ ഇമോഷനെ, അവരുടെ ആങ്സൈറ്റിയെ, അത് ആങ്സൈറ്റി ആണ്, കുട്ടിക്ക് എന്തോ ഒരു പേടിയുണ്ട്, അതിനെ ഞാൻ മനസ്സിലാക്കണം, അത് അവന്റെ പിടിവാശിയല്ല, വെറുതെ അല്ല, കാരണല്ലാതെ മടിച്ചിട്ടാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്റെ മോന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്റെ മോക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നം എന്താണ്, ഇന്ന് അന്ന് പോവണ്ട, സ്കൂളിൽ പോകണ്ട, എന്താ മോന്റെ പ്രശ്നം, മോൻ എന്താ പോവാതിരുന്നത്, ഇന്ന കാരണം. അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവര് പറയും. അപ്പൊ അതിനെ, ശരിയാണോ, ഞാനാണെങ്കിൽ എനിക്ക് അതന്നെ പേടിയാവുമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇമോഷനിൽ നമ്മൾ എത്തുമ്പോഴാണ് ഏ? ഇല്ല, പോട്ടോ. അപ്പൊ പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് മനസ്സിലാക്കുന്നിടത്ത് എത്തുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മളെ കുട്ടികളെ ആങ്സൈറ്റി ഇല്ലാതെ, പേടിയില്ലാതെ, കോൺഫിഡൻസോട് കൂടി നമ്മളെ കുട്ടികളെ വളർത്താൻ നമുക്ക് സാധിക്കുള്ളൂ. മാത്രമല്ല അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് കുട്ടികളെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്താൽ അവർ കോപ്പി ചെയ്യുന്നുള്ള ഒരു മൈൻഡ് കൂടെ നമുക്ക് ഉണ്ടാവണം. എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴേക്കും ഒരു ഇഞ്ചക്ഷൻ വെക്കണം. എനിക്ക് എന്റെ ഒരു ഉദാഹരണം പറയുന്നത് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ പറയാം. എന്റെ ഉമ്മ നല്ല പേടിയുള്ള കൂട്ടത്തിലാ. സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മക്ക് ഇത്രയും പേടിയുള്ള വേറൊരു സംഭവമല്ല. എന്തിനു വന്നാലും സൂചി വെക്കൂല എന്നാണ് ഉമ്മാൻ്റെത്. ആകെ ഉമ്മ വെച്ചത് പിന്നെ കൊറോണ കാലത്ത് ആ ഇഞ്ചക്ഷനും, പിന്നെ ഈ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം കുറെ പ്രാവശ്യം എന്നോട് ചോദിച്ചു. എല്ലാരോടും ചോദിച്ചു, ഹജ്ജിന് പോകണമെങ്കിൽ ആ ഇഞ്ചക്ഷൻ വെക്കാതെ പോകാൻ പറ്റുമോ എന്ന്. എല്ലാരോടും ചോദിച്ചപ്പോ എല്ലാരും പറ്റൂല എന്ന് പറഞ്ഞതിന്റെ ശേഷം പോയി വെച്ചതാണ്. ചെറുപ്പത്തിലേ ഈ സാധനം ഞങ്ങളൊക്കെ മൈൻഡിൽ ഉമ്മ കയറ്റി വെച്ച് തന്നിട്ടുണ്ട് ആവശ്യത്തിന്. ഇവൻ എന്റെ മനസ്സിൽ പോലും ഒരു കാലഘട്ടത്തിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്റെ പേടി മാറിയത് എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻ, ബ്ലഡ്, ഇങ്ങനെയൊക്കെ ഫോബിയ ഉള്ള കുറെ ക്ലയൻസിനെ കിട്ടി വർക്ക് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ എന്റെ മറ്റുള്ളവരുടെ പേടി മാറ്റാൻ വേണ്ടി, ശാന്തി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ പേടി മാറ്റാൻ വേണ്ടി ഓർത്തോ ഡിപ്പാർട്ട്മെന്റില്, കാഷ്വാലിറ്റിയില്, ICUല്, ഇങ്ങനെ പലയിടത്തും ഞാൻ എക്സ്പോഷർ തെറാപ്പി